with all of you tonight. എന്നാൽ നിങ്ങൾ എല്ലാവരോടും കൂടി ഇന്ന് രാത്രികാലം ഞാൻ വളരെ സന്തോഷത്തോടെയായിരിക്കുന്നു. I want to preach to the young people tonight. ഇന്ന് രാത്രിയിൽ യുവാക്കളോട് യുവതികളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Young people, I want to open my heart to you tonight. ഇന്ന് രാത്രിയിൽ യുവാക്കളെ യുവതികളെ എന്റെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. You know, last night I preached an inspirational message on the cross. ക്രൂശിനെ കുറിച്ചുള്ള വിലയേറിയ തേജസ്സുള്ള ഒരു സുവിശേഷ സത്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രചോദനപരമായ ഒരു ദൈവവചനത്തിൽ ഞാൻ And when I spoke to you in Syracuse, I spoke about the second coming, which is also an inspirational topic. നമ്മെ പ്രചോദിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു വിഷയമാണ് കർത്താവിന്റെ രണ്ടാം വരവ്. അതിനെക്കുറിച്ചാണ് സുരാക്ഷിച്ച് സംസാരിച്ചത്. And nobody complains, and many people say they like it. ഇതുവരെ ആരും ഇങ്ങനെ പരാതിയായിട്ടൊന്നും പറഞ്ഞില്ല. എന്നാൽ പലരും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നല്ല സുവിശേഷ പ്രസംഗമാണ്. I don't want to hear that because I'm proud, but I like to know the results of the ministry. ആരെങ്കിലും എന്നോട് നല്ല പ്രസംഗമായിരുന്നെന്ന് പറയുന്നത് കേട്ട് അഹങ്കരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിന്റെ പരിണിത ഫലം കണ്ട് സന്തോഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But tonight I want to preach a correctional message. I think this mic is making a noise. എന്നാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഉതകുന്ന ഒരു സന്ദേശം നിങ്ങൾക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. A correctional പ്രബോധനകരമായിട്ടുള്ള ഒരു സുവിശേഷം. It is always very hard to preach correctional message. പ്രബോധിപ്പിച്ച് പ്രസംഗിക്കുന്നവരെ പലപ്പോഴും പ്രയാസമുണ്ട്. Because we always make some enemy. കാരണം അങ്ങനെയായാൽ വളരെ ശത്രുക്കൾ ഉണ്ടാകുക. And no preacher likes to make any enemy. കാരണം പ്രാസംഗികന്മാരാരും തങ്ങൾക്ക് ശത്രുക്കളെ ആഗ്രഹിക്കുന്നു. But I want to tell you, I am not a minister of man here tonight. എന്നാൽ ഞാൻ തോന്നുന്നു പറയട്ടെ, മനുഷ്യരുടെ ഒരു വേലക്കാരനായി മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നവരായല്ല ഞാൻ ഇന്ന് രാത്രി. I just want to preach to the young people my convictions that I feel according to the Bible. ദൈവവചനപ്രകാരം എന്റെ ഹൃദയത്തിന് ആഴമായി പറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളെ യൗവനക്കാരനായി വിളമ്പിത്തരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. My topic tonight is how to love your parents. എന്റെ ഇന്നത്തെ വിഷയം നിങ്ങളുടെ മാതാപിതാക്കളെ എങ്ങനെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. Before I read the scripture, I want is the mic everything clear now there? Back. ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. ശബ്ദമൊക്കെ നിങ്ങൾക്ക് വളരെ ക്ലിയറായി കേൾക്കാമല്ലോ. John chapter 19. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം. And I will begin verse 26. 26-ാം വാക്യം തുടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. John 19, 26 and 27. യോഹന്നാന്റെ സുവിശേഷം 19-ന്റെ 26-ഉം 27-ഉം. I will pause until you come to that verse. നിങ്ങൾ ദയവായി ആ വാക്യം കേൾക്കാൻ. John 19, 26 and 27. യോഹന്നാൻ 19-ന്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ. When Jesus therefore saw his mother and the disciples standing by whom he loved, he said unto his mother, Woman, behold thy son. Then said he to the disciples, Behold thy mother. And from that hour the disciples took her unto his own home. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ ഇതാ നിന്റെ മകനെന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മയെന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. When Jesus saw his mother and the disciples, he said unto his mother, Woman, behold thy son. And then he said to the disciples, Behold thy mother. യേശു തന്റെ അമ്മയെയും താൻ സ്നേഹിച്ച ശിഷ്യനെയും കണ്ടപ്പോൾ, സ്ത്രീയെ ഇതാ നിന്റെ മകനെന്ന് തന്റെ അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് താൻ സ്നേഹിച്ച ശിഷ്യനോടും പറഞ്ഞു. Young people, I want to tell you that when Jesus called his mother a woman, it was not a term of disrespect. യുവാക്കളെ, യുവതികളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. യേശു കർത്താവ് തന്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ അത് അവ മര്യാദയായിട്ടോ ബഹുമാനമില്ലാതെയോ വിളിച്ച ഒരു ശബ്ദമല്ല. In the Jewish custom, it is a respectful term to call a lady a woman, whether she is mother or anybody. യഹൂദാശ്രമപ്രകാരം, സംസ്കാരപ്രകാരം തന്റെ അമ്മയെയോ അഥവാ താൻ വളരെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മറ്റൊരു സ്ത്രീയെ വിളിക്കുന്നത് ബഹുമാനപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. It is equal to being called Mrs. or lady or madam today. ശ്രീമതി അഥവാ മാഡം
എന്നൊക്കെയും ബഹുമാനത്തോടെ വിളിക്കുന്നതിന് തുല്യമായ ഒരു എബ്രായ വാക്കാണ് സ്ത്രീയെ എന്ന് ഉപയോഗിച്ചത്. This chapter is the last moment of Jesus Christ before his death on the cross. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തോടുള്ള ബന്ധത്തിൽ തന്റെ ജീവിതത്തിന്റെ അവസാന സമയമാണ് ഈ 19-ാം അധ്യായത്തിൽ നാം കാണുന്നത്. Beginning verse 26 are 3-4 statements that Jesus gave just before his death. 26-ാം വാക്യം മുതൽ നാം കാണുന്നത് തന്റെ മരണത്തിന് തൊട്ട് മുമ്പ് കർത്താവ് പറയുന്ന ചില വാക്കുകളും വാചകങ്ങളുമാണ്. Even at the very last moment of his life, when he was really suffering physical torment, he remembered his dear mother. താൻ കുരിശിന്റെ മേൽ കിടന്നുകൊണ്ട് മനുഷ്യന് അസാധ്യമായ സഹിക്കുവാൻ കഴിയാത്ത ക്രൂരമായ വേദന സഹിക്കുമ്പോൾ അവൻ തന്റെ പ്രിയ മാതാവിനെ ഓർത്തു. Even at that time he was concerned about his loving mother. ആ സമയത്ത് പോലും താൻ സ്നേഹിക്കുന്ന തന്റെ പ്രിയ മാതാവിനെ കുറിച്ച് അവൻ കരുതുന്നുണ്ടായിരുന്നു. He said unto his mother, "Mommy or woman, madam, look at me." അവൻ തന്റെ അമ്മയോട് ഇപ്രകാരം പറയുകയാണ്, സ്ത്രീയെ, I am here. ഞാൻ ഇവിടെയാണ്, എന്നെ നോക്കൂ. And then he said unto John the disciple, "Behold your mother." അതിനുശേഷമായിട്ട് തന്റെ പ്രിയ ശിഷ്യനായി യോഹന്നാനോട് യേശു പറയുകയാണ്, ഇതാ നിന്റെ അമ്മയെ നീ കാണുന്നു. That means John, so far this lady has been my mother. യോഹന്നാനെ, ഇതുവരെയും ഈ സ്ത്രീ എന്റെ അമ്മയായിരുന്നു. But I am leaving her physically, and from this moment onwards she will be your mother. ശരീരപ്രകാരം എന്റെ അമ്മയെ വിട്ടുപിരിയുവാൻ സമയമായി, എന്നാൽ ഈ നിമിഷം മുതൽ ഈ സ്ത്രീ നിന്റെ അമ്മയായി. And historians say that from that day onwards John took Mary to his own house as his own mother. ചരിത്രകാരന്മാർ പറയുന്നത് ആ നിമിഷം മുതൽ പ്രിയ ശിഷ്യനായ യോഹന്നാൻ ഈ അമ്മയെ തന്റെ ഭവനത്തിൽ കൈക്കൊള്ളുകയും തന്റെ അമ്മയായി കരുതുകയും ചെയ്തു. And historians say that when John went to Ephesus to preach as a missionary, he took Mary with him to Ephesus also. ചരിത്രകാരന്മാർ പറയുന്നത് എഫേസുസിലേക്ക് സുവിശേഷ ഘോഷണത്തിന് വേണ്ടി കടന്നു പോകുന്ന യോഹന്നാൻ ഈ പ്രിയമാതാവായ മറിയമിനെയും തന്നോട് കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. Even at the very last moment, Christ had a concern for his mother. തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലും കർത്താവായ യേശുവിന് തന്റെ മാതാവിനെ കുറിച്ച് വലിയ കരുതൽ. You know, Jesus had an earthly father, Joseph. കർത്താവിന് ഈ ലോകത്തിൽ ഒരു പിതാവുണ്ടായിരുന്നു, യോസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. And if he would have said the same thing to his father if Joseph was alive at that time. യോസഫ് ആ സമയം ജീവനോടെ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതേ വാചകങ്ങൾ യേശു കർത്താവ് തന്റെ പിതാവിനെ കുറിച്ചും But പറഞ്ഞിരുന്നു. historians say that when Joseph married Mary, he was an older man, much older than Mary. And by the time Jesus died on the cross at 33, Joseph had become so old and he had died of old age. ചരിത്രകാരന്മാർ ഇപ്രകാരം പറയുന്നു, യോസഫ് കന്യക മറിയാമിനെ അല്ലെങ്കിൽ മറിയമിനെ വിവാഹം ചെയ്യുമ്പോൾ താൻ വളരെ പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു. 30 വർഷത്തിന് ശേഷം കർത്താവായ യേശു തമ്പുരാൻ കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ യോസഫ് ഈ ലോകത്തെ വിട്ട് കടന്നുപോയിരുന്നുവെന്നാണ്. Jesus, even at the moment of pain, was concerned about his mother. തന്റെ വേദനയുടെ ആ നിമിഷത്തിലും യേശു കർത്താവ് തന്റെ മാതാവിനെ കുറിച്ച് He കരുതുന്നു. was concerned about his earthly mother. തനിക്ക് ഈ ലോകത്തിൽ താൻ തന്റെ പ്രിയ മാതാവിനെ കുറിച്ചുള്ള കരുതൽ അവരെ ഭരിച്ചു. He said, "Behold thy son," which in the Malayalam Bible is, "Here is your son." മലയാളത്തിൽ നാം വായിക്കുന്നത്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ ഇവിടെയുണ്ട് എന്ന അർത്ഥത്തിലാണ്. But in the English Bible it is, "Behold," that means look at thy son. എന്നാൽ ഇംഗ്ലീഷ് വിവർത്തനം നാം നോക്കുമ്പോൾ, സ്ത്രീയെ, നിന്റെ മകനെ നീ സൂക്ഷിച്ചു നോക്കുമെന്നാണ്. I think this was what Christ meant at that time. ഞാൻ ചിന്തിക്കുന്നത് ഇത് തന്നെയാണ് കർത്താവ് ആ സമയം അർത്ഥമാക്കിയത്. Mommy, look at your son, and there is nothing in my life that you need to be ashamed of. താൻ പറയുന്നതിന്റെ അർത്ഥമിതാണ്, അമ്മേ, നിന്റെ മകനെ നീ ഒന്ന് നോക്കൂ, ഞാൻ മുഖാന്തരം നിനക്ക് ലജ്ജിക്കേണ്ട ഒന്നും തന്നെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. 33 years of my ministry on the earth, there is nothing that will bring shame to your life because of my life. ഞാൻ എന്റെ ജീവിതം 33 വർഷക്കാലം ഈ ലോകത്തിൽ കഴിച്ചു, എന്നാൽ ഞാൻ മുഖാന്തരം നിനക്ക് ലജ്ജിതയാവേണ്ട ഒരു വിഷയം പോലും ഉണ്ടായിട്ടില്ല. If Jesus was a coward who fearfully ran away from the cross because of the pain, he would never be able to say, "Look at me, you can be proud of me." ക്രൂശിന്മേൽ
താൻ സഹിക്കുവാനിരിക്കുന്ന വ്യഥകളെ കണ്ട് ഭയന്നോടുന്ന ഒരു ഭീരുവായിരുന്നു യേശുവെങ്കിൽ ക്രൂശിന്റെ മേൽ കിടന്നുകൊണ്ട് ഈ വാചകങ്ങൾ പറയുവാൻ അവന് സാധ്യമാകില്ലായിരുന്നു. You know, Jesus Christ was tempted by the devil after he fasted 40 days and nights. നമുക്കറിയാമല്ലോ 40 രാവും 40 പകലും ഉപവസിച്ചതിന് ശേഷം കർത്താവായ യേശുവിനെ പരീക്ഷിക്കുവാൻ ദുഷ്ടപിശാച് കടന്നു വന്നു. If he was tempted and defeated by the devil, Jesus will not be able to say, "Mommy, look at me proudly on the cross." ആ പരീക്ഷയിൽ പിശാച് യേശുവിനെ തോൽപ്പിച്ചിരുന്നുവെങ്കിൽ അഥവാ യേശു പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ക്രൂശിന്റെ മേൽ കിടന്നുകൊണ്ട് അമ്മേ എന്നെ നോക്കുക എന്ന് പറയുവാൻ അവന് സാധിക്കുകയില്ലായിരുന്നു. If he had moral problem, Jesus would have said, "Mommy, don't even look at me. I have brought pain to your life." സാൻമാർഗിക ജീവിതത്തിൽ അവൻ പരാജയപ്പെട്ടവനായിരുന്നെങ്കിൽ വീണവനായിരുന്നുവെങ്കിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് തന്റെ മാതാവിനോട് എന്നെ നോക്കുക എന്ന് പറയുവാൻ അവന് ധൈര്യമില്ലാതെ. Jesus was a man of God, very man and very God, who lived a life in his physical body that brought honor to his mother, to his parents, and to everybody who knows him properly. അവൻ ദൈവപുരുഷനാണ്, അവൻ ദൈവവും അതേസമയം പൂർണ്ണ മനുഷ്യനുമാണ്. അവന്റെ ജീവിതത്തിൽ അവന്റെ മാതാവിനെ, അവന്റെ പിതാവിനെ, അവനെ സ്നേഹിച്ചവർക്ക് അഭിമാനിക്കുവാനല്ലാതെ ലജ്ജിക്കുവാനുള്ള യാതൊന്നും ഉണ്ടായിട്ടില്ല. At this moment on the cross, Jesus was doing the busiest job, the hardest job in the history of mankind. മനുഷ്യജാതിയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രയാസമുള്ള, ഏറ്റവും ദുർഘടകരമായ ഒരു ശുശ്രൂഷ കാൽവരി ക്രൂശിന്റെ മേൽ യേശു കർത്താവ് സമയം തിരഞ്ഞെടുക്കുകയായി. He was working and finishing up the work of redemption on the cross. മാനവജാതിയുടെ രക്ഷയുടെ പ്രവർത്തനം, വീണ്ടെടുപ്പിന്റെ പ്രവർത്തനം ക്രൂശിന്റെ മേൽ കിടന്നുകൊണ്ട് യേശു കർത്താവ് തികച്ചെടുക്കുകയായിരുന്നു. He was concerned about his single parents at that time. എന്നാൽ ആ സമയവും തന്റെ ഏകയായ മാതാവിനെ കുറിച്ച് അവൻ കരുതുവാനായിരുന്നു. In fact, he picked up the best disciple John to take care of his mother. വാസ്തവം നോക്കിയാൽ തനിക്ക് തന്റെ മാതാവിനെ ഏൽപ്പിക്കുവാൻ ഏറ്റവും യോഗ്യനായ ഒരുവനെയാണ് യേശു കർത്താവ് മറിയമിനെ ഏൽപ്പിച്ചത്. By this time Mary had grown old and weak, but Jesus had such a concern for his mother. ഈ സമയം കൊണ്ട് മറിയം പ്രായത്തിൽ വൃത്തിയായിരുന്നു എന്നാൽ യേശു കർത്താവ് തന്റെ മാതാവിനെ കുറിച്ച് എത്രയോ കരുതലുണ്ടെന്ന്. Boys and girls, young men and ladies, your parents are almost middle-aged now, and they are growing old and old by every day. യുവാക്കന്മാരെ, യുവതികളെ, ഇന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ നോക്കൂ. മധ്യവയസ്കരായ അവർ തീർന്നു. നിങ്ങളോടും അവർ പ്രായാധിക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. And the greatest need in their life today is to be loved by the people whom they love. അവരുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം എന്താണെന്ന് അവരേറ്റവും സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയെടുത്തവർ അവരെ സ്നേഹിക്കണമെന്നുള്ളതാണ്. They want to feel the love from their children whom they also love and are ready to give their life for. അവർ തങ്ങൾ സ്നേഹിച്ച് വളർത്തിയെടുത്തവരുടെ പ്രിയമക്കൾ തങ്ങളെ സ്നേഹിക്കണം. അവർക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കുവാൻ ഒരുക്കിയിരിക്കുന്ന മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളാണ്. Boys and girls, my topic tonight is how to love your parents. യുവാക്കളെ, യുവതികളെ, എന്റെ ഇന്നത്തെ വിഷയം മാതാപിതാക്കളെ എപ്രകാരം സ്നേഹിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. We hear a whole lot about love in our society. നമ്മുടെ ഈ സമൂഹത്തിൽ സ്നേഹത്തെ കുറിച്ച് നാം പലതും കേൾക്കുന്നവരാണ്. You ask me, Sankati, how do I love? I always say, I love you, Daddy, I love you, Mommy, I love you, Daddy. നിങ്ങൾ ഒരു പക്ഷെ ചോദിച്ചേക്കാം, സാമ്പത്തികമെങ്കിൽ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മമ്മിക്ക് പറഞ്ഞാൽ ഞാൻ മമ്മിയോട്, മമ്മി എനിക്ക് മമ്മിയോട് വളരെ ഇഷ്ടമാണ്, പപ്പയോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാണോ എന്ന് ഞാൻ കാണിക്കേണ്ടത്? Yes, but it is more than the word. It is the deeds that go with the word that will make them feel they are loved by you. അതേ, വാസ്തവമായി വാക്കുകൾക്ക് അതിന്റെ പ്രാധാന്യമുണ്ടെന്നാൽ വാക്കുകളോടൊപ്പം തന്നെ നിങ്ങളുടെ സ്നേഹവസനമായ പ്രവൃത്തികളും അതോടൊപ്പം ഉണ്ടായ മതിയാകും. I will teach you how to love your parents tonight. ഈ രാത്രിയിൽ എന്റെ കൊല്ലത്തിൽ ഞാൻ വളരെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെ തിരുവചനപ്രകാരം സ്നേഹിക്കുവാൻ My കഴിയുന്നതാണ്. first point is love your parents obediently. എന്റെ ആദ്യത്തെ പോയിന്റ് അനുസരണത്തോടെ നിങ്ങളുടെ മാതാപിതാക്കളെ Love സ്നേഹിക്കണം. your parents obediently. നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരണമുള്ള മക്കളായി The സ്നേഹിക്കണമെന്നുള്ളതാണ്. word obedience is not a fashionable word. It is out of fashion today with some bad connotation. ഇന്നത്തെ ഫാഷൻ പ്രകാരം, രീതി പ്രകാരം
അനുസരണമെന്ന് നമ്മൾ ആരും ആശ്രയിക്കണമെന്നല്ല, അത് വളരെ പുരാതനമായ ഒന്നായിക്കൊണ്ടിരിക്കുകയാണ്. My friends, but this word obedience is in the Bible, and if it is in the Bible, it is right and it is not out of fashion. എന്നാൽ പുതിയ സ്നേഹിതരെ, അനുസരണം എന്നുള്ള ഈ വാക്ക് വേദപുസ്തകത്തിന്റെ സാധനമായ ഒന്നാണ്. അത് വേദപുസ്തകത്തിലുണ്ട്, അത് മാറ്റിയൊരു ജീവിതമില്ല. Paul was one of the greatest, the most educated man in the history of mankind. മനുഷ്യ ചരിത്രത്തിൽ നോക്കിയാൽ വളരെ വിദ്യാസമ്പന്നനായ ഒരുവനായിരുന്നു വിശുദ്ധ പൗലോസ്. But Paul says in Ephesians chapter 6, children, obey your parents in the Lord. എന്നാൽ വിശുദ്ധ പൗലോസ് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ സ്വർഗ്ഗത്തിൽ നിങ്ങൾ അനുസരിക്കണം. Samuel was a prophet of God, smart, with high intelligence, but this is what he says in Samuel 15. ശമൂവേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവാചകനായിരുന്നു, ജനത്തുള്ള പ്രവാചകനായിരുന്നു. എന്നാൽ 12 അധ്യായത്തിൽ അവൻ പറയുന്നത്, He says to obey is better than sacrifice. അനുസരണം ബലിയേക്കാൾ നല്ലതെന്നാണ് ശമൂവേൽ പ്രവാചകൻ പറയുന്നത്. In fact, in the Bible, listening to the advice of parents and adults is considered to be the sign of an intelligent person. വേദപുസ്തക പ്രകാരം വളരെ ബുദ്ധിമാനായ ജ്ഞാനിയായ ഒരു ലക്ഷണമാണ് മാതാപിതാക്കളെയും ഉയർന്നവരെയും അനുസരിക്കുക, ബഹുമാനിക്കുന്നത്. This was the greatest, most wise man in the history of the world, says in Proverbs. ആ ഭവിഷ്യവാക്യത്തിൽ ലോകത്തിലെ ജ്ഞാനിയായ മനുഷ്യ പ്രകാരം പറയുന്നു, A wise man will hear and he will increase his learning. ജ്ഞാനി കേൾക്കുകയും അവന്റെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുകയും That ചെയ്യും. means he will listen to the advice of the adults and his wealth of knowledge will increase as he is obedient to the adults. അതിന്റെ അർത്ഥം അവൻ മുതിർന്നവരുടെ ആ വചനങ്ങളെ കേൾക്കുകയും അങ്ങനെ അവന്റെ ജ്ഞാനം വർദ്ധിപ്പിക്കുകയും The ചെയ്യുമെന്നാണ്. Bible says that understanding man, that means a smart man, will attain unto wise counsel. മറ്റൊന്ന് പറയുന്നത്, ബുദ്ധിമാനായ ജ്ഞാനിയായവൻ അവൻ ഉപദേശത്തിൽ ചെവിക്കൊടുക്കുകയും അവൻ കൂടുതൽ ബുദ്ധിമാനായി തീരുകയും ചെയ്യും. The sign of a truly intelligent person is that they will listen and follow advice and counsel from experienced adults. പരിജ്ഞാനിയായ ബുദ്ധിമാനായവരുടെ ലക്ഷണമെന്നാണ് അവൻ ഉപദേശത്തിന് ചെവിക്കൊടുക്കുകയും ഉപദേശത്തെ അനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യും. Boys and girls, young people, we parents have a tremendous responsibility given by God upon our life. കുഞ്ഞുങ്ങളെ, ഞങ്ങൾ മാതാപിതാക്കൾക്ക് ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന മറ്റൊരു ഉത്തരവാദിത്വമുണ്ട്. And that responsibility is given in Proverbs chapter 22. ആ ഭവിഷ്യവാക്യം 22-ാം അധ്യായത്തിൽ ആ ഉത്തരവാദിത്വം ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്നതിനാണ്. This is what that responsibility is. ആ ഉത്തരവാദിത്വം ഇതാണ്, Train up a child in the way he should. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കുക. Train up a child in the way he should. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കുക. Not the way he and she want. അവനോ അവൾക്കോ വേണ്ട വഴിയല്ല, Not the way she or he wishes. അവനും അവളോ ആഗ്രഹിക്കുന്ന വഴിയല്ല, But the way he should according to the parents as they see fit according to the Bible. ദൈവവചനപ്രകാരം യോഗ്യമെന്ന് മാതാപിതാക്കൾ കാണുന്ന വഴിയിൽ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കണം. Boys and girls, what parents are doing today, they are not giving you a hard time. കുഞ്ഞുങ്ങളെ ഒരു കാര്യത്തിൽ മനസ്സിലാക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് നിങ്ങളെ പ്രയാസപ്പെടുത്തുവാൻ വേണ്ടിയല്ല. They are only fulfilling the call of God and the responsibility of God given to them by the Bible. ദൈവത്തിന്റെ ആത്മാവ് തിരുവചനത്തിലൂടെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. When you examine the lives of great heroes in the Bible who prospered, they all obeyed their parents and listened to wise counsel. ദൈവസന്നിധിയിൽ വലിയവരായിരിക്കുന്ന ദൈവദാസന്മാരുടെ ജീവിതത്തെ തിരുവചനത്തിൽ നിന്ന് പരിശോധിച്ചാൽ അവർ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിക്കാൻ സാധിക്കും. Many examples, but one good example is the life of Joseph. അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏറ്റവും വലുതായിരിക്കാം ജോസഫിന്റെ ജീവിതമാണ്. You go home and read Genesis chapter 37 to chapter 41. ഉൽപ്പത്തി പുസ്തകം 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണുവാൻ. And you know the father of Joseph was Jacob. യാക്കോബിന്റെ മകനായിരുന്നു യോസഫ് എന്ന് കാണുവാൻ സാധിക്കും. Father of Joseph was Jacob. യോസഫിന്റെ അപ്പൻ യാക്കോബായിരുന്നു. And every time the father Jacob tells something to do to Joseph, അപ്പനായ യാക്കോബ് തന്റെ മകനായ യോസഫിനോട് എന്തെങ്കിലും കൽപ്പിക്കുമ്പോൾ you read that chapter, this is the usual answer he says. അവൻ സാധാരണ പറയുന്ന മറുപടി ഇതാണ്, Daddy, here I am. അപ്പ ഞാൻ ഇവിടെയുണ്ട്. That means in my body, soul and spirit, I stand before you to respect and obey. ശരീരത്തിലും ആത്മാവിലും മനസ്സിലും ഞാൻ ഇവിടെയുണ്ട്, അങ്ങേ അനുസരിക്കുവാനായിട്ട്.
I want to tell you something about that father Jacob. ആ യാക്കോബ് അപ്പനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. Do you know what his very name Jacob means? ആ യാക്കോബിന്റെ അർത്ഥം തന്നെ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? The very name Jacob means a guru. ആ യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം തന്നെ ഉപായി എന്നാണ്. Sutrakaran, he is a guru. അവരുടെ സൂത്രക്കാരനാണ്, ഉപായിക്കാരൻ. You know how he became a guru? അവൻ ഉപായിയായിട്ടുള്ളത് എങ്ങനെയാണെന്ന് When he അറിയാമോ? was an young boy, he cheated his brother Esau of his birthright. അവൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ അവൻ ജ്യേഷ്ഠനായ ഏശാവിന്റെ ജന്മാവകാശത്തെ അവൻ I മാറ്റിയെടുത്തത്. am sure the little son Joseph heard from relatives how his father was a guru, a teacher in his younger days. ഒരുപക്ഷെ യോസഫ് അവന്റെ ബന്ധക്കാരിൽ നിന്ന് കേട്ടുകാണോ അവന്റെ അപ്പനായ യാക്കോബ് ചെറുപ്പത്തിലെ എത്രമാത്രം സൂത്രക്കാരനായിരുന്നു. I am sure the son heard how his father was a crook from the old shepherds in that community. അവിടെയുള്ള പ്രായങ്ങളുടെ ഇടയന്മാരിൽ ഒരുപക്ഷെ യോസഫ് കേട്ടിട്ടുണ്ടായിരിക്കാം തന്റെ അപ്പൻ എത്രമാത്രം ഉപായിയായിരുന്നു. And I know Joseph knew the failures of his father and his past. എനിക്കൊരു കാര്യം നന്നായി അറിയാം, തന്റെ അപ്പനായ യാക്കോബിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ പരാജയങ്ങൾ യോസഫിന് നന്നായി അറിയാമായിരുന്നു. But still Joseph obediently said, "Here I am obeying you in the Lord." ഇതൊക്കെയാണെങ്കിൽ തന്നെയും തന്റെ അപ്പന്റെ മുമ്പിൽ നിന്നുകൊണ്ട് യോസഫ് അപ്പാ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തലയിച്ചു കൊടുക്കുന്നവരായി. Young people, you are going to find mistakes in the life of your parents. കുഞ്ഞുങ്ങളെ, യുവാക്കളെ, ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ ചില തെറ്റുകൾ നിങ്ങൾ കണ്ടുകൊണ്ടുവരാം. Why I should obey my father? Because I have heard his lying. നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, എന്റെ അപ്പൻ ഇങ്ങനെ കള്ളം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് ഞാൻ എന്റെ അപ്പനെ അനുസരിക്കുക? Why should I obey my mother? Because last week I heard her scandalizing another sister in the church. എന്റെ അമ്മയെ ഞാൻ എന്തിനാ അനുസരിക്കേണ്ടത്? എന്റെ അമ്മയെ കഴിഞ്ഞാൽ നിന്നുകൊണ്ട് ഒരു സഹോദരിയെ കുറിച്ച് അപവാദം പറഞ്ഞത് നിങ്ങൾ ചോദിച്ചേക്കാം. Why I should obey my daddy? Because I heard him arguing in hot temper in the church committee. എന്റെ അപ്പൻ പറയുന്നത് ഞാൻ എന്തിനാ അനുസരിക്കേണ്ടത്? കഴിഞ്ഞ ആഴ്ചയിൽ ചർച്ച കമ്മിറ്റിയിൽ എന്റെ അപ്പനോട് ഏറ്റവും കൂടുതൽ സഹനം വെച്ചത്. Why should I obey my mommy? Because I saw last month she had an unsubmissive spirit to my daddy. എന്റെ അമ്മയെ ഞാൻ അനുസരിക്കേണ്ട ആവശ്യമുണ്ടാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ അപ്പനോട് കയർത്ത് സംസാരിച്ചത് ഈ അമ്മയല്ലേ? Boys and girls, you don't obey your parents because they are perfect. You obey them because God is perfect and God's word is perfect. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അമ്മയപ്പന്മാർ തികഞ്ഞവരാണെന്നുള്ളത് നിങ്ങൾ അവരെ അനുസരിക്കേണ്ട, അവരെ പിൻപറ്റേണ്ട. ദൈവം തികഞ്ഞവരാണ്, ദൈവത്തിന്റെ വചനം തികവുള്ളതാണ്. God is perfect and His word is perfect. ദൈവം തികവുള്ളവരാണ്, അവന്റെ വചനം തികവുള്ളതാണ്. And His word in Ephesians chapter 6 says, "Children, obey your parents in the Lord." അധ്യായത്തിൽ തിരുവചനത്തിൽ നാം വായിക്കുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ സർവ്വത്തിൽ അവർക്ക് കീഴ്പ്പെട്ടിരിക്കും. In the Lord you obey. ക്രിസ്തുവിൽ കീഴ്പ്പെട്ടിരിക്കും. In the Lord you obey. ക്രിസ്തുവിൽ അനുസരിക്കും. Not in their perfect life, അവരുടെ ജീവിതത്തിന്റെ പൂർണ്ണത നിമിത്തമല്ല, not in their faultless life, അവരുടെ ജീവിതത്തിൽ കുറവുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, but in the perfectness of the Lord Jesus Christ you obey them. യേശുക്രിസ്തുവിന്റെ തികവ് നിമിത്തം അവരുടെ പൂർണ്ണത നിമിത്തം അവരെ അനുസരിക്കും. These days are not perfect, some of them even for us people. ഗുരുക്കന്മാർ തികഞ്ഞവരല്ല, ചിലപ്പോൾ അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരാണ്. But still you obey what he said. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഗുരുക്കന്മാരെ അനുസരിക്കുന്നില്ലേ? Policemen are not perfect because some policemen take bribes, but still we follow their rules. പോലീസുകാരെന്നവരും തികഞ്ഞവരല്ല, ചില പോലീസുകാർ കൈക്കൂലി മേടിക്കുന്നവരുണ്ടെങ്കിലും നാം അവരെ അനുസരിക്കുന്നില്ലേ? Senators and congressmen are not perfect. സെനറ്റേഴ്സും കോൺഗ്രസും തികഞ്ഞവരല്ല. And the senators and congressmen argue a whole lot in their committee in Washington than your daddy argues in the church committee. നിങ്ങളുടെ അപ്പൻ ചർച്ചിൽ ആർഗ്യ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ സെനറ്റേഴ്സും ആർഗ്യ ചെയ്യുന്നു. I want to tell you, you don't obey because they are perfect, because we obey the word of God and each one of us are placed under authority. നിങ്ങളുടെ മാതാപിതാക്കൾ തികഞ്ഞവരായതുകൊണ്ട് നിങ്ങൾ അവരെ അനുസരിക്കാമെന്ന് വെക്കേണ്ട. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കും. ഇത് തികവുള്ളതാകയാൽ നിങ്ങൾ അവരെ അനുസരിക്കണം. Let me ask you, when you grow up, are you going to be perfect? ഞാൻ നിങ്ങളുടെ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾ തികഞ്ഞവരായിരിക്കും. Are you going to be perfect fathers and mothers? നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾ കുറവില്ലാത്ത അപ്പന്മാരും അമ്മമാരുമായിരിക്കും. You want to be a perfect wife and a perfect husband? നിങ്ങളൊരു പൂർണ്ണതയുള്ള കുറവില്ലാത്ത ഒരു ഭാര്യയോ കുറവില്ലാത്ത ഭർത്താവോ ആയിരിക്കും. Are you a perfect student right now? നിങ്ങളിപ്പോൾ കുറവില്ലാത്ത ഒരു വിദ്യാർത്ഥിയാണോ? Are you a perfect brother now? നിങ്ങളിപ്പോൾ ഒരു കുറവില്ലാത്ത ഒരു സഹോദരനാണോ? You say I am a perfect brother. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാൻ
ഞാൻ ഒരു സ്ഥിരമുള്ള സഹോദരനാണ്. I have to privately talk to your sister. എന്നാൽ ഞാൻ രഹസ്യമായി എന്റെ പെങ്ങളോട് ചോദിച്ചാൽ എനിക്കൊരു കാര്യം Even say how many times you pulled her hair and hurt her lightly. അവള് പറയും എത്രയോ പ്രാവശ്യം നീ അവളെ മുടി പിടിച്ച് വലിച്ച് അവളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. You say you are a perfect sister. നീ പറയും നീ ഒരു ഗുണവുമില്ലാത്ത പെങ്ങളാണെന്ന്. But I have to talk to your brother privately about that. എന്നാൽ നിന്റെ സഹോദരനോട് രഹസ്യമായി ചോദിച്ചാൽ ഇങ്ങനെ മറുപടി പറയും. He would tell you how many times he punctured his nose and messed up his room. അവരപ്പോൾ പറയും എത്ര പ്രാവശ്യം നീ അവരെ നോക്കി നിൽക്കുകയും അവരുടെ മുറിയൊക്കെ വൃത്തികളാക്കുകയും ചെയ്തുകൊണ്ട് നീ ആളുകളെ പറഞ്ഞു തരും. You are not perfect, I am not perfect, your parents are not perfect, God is perfect, and you must obey for their rules. നിങ്ങൾ തികഞ്ഞവരല്ല, ഞാനും തികഞ്ഞവരല്ല, നിങ്ങളുടെ സഹോദരന്മാരും തികഞ്ഞവരല്ല, ദൈവം മാത്രമേ തികഞ്ഞവരായിട്ടുള്ളൂ. Yes, the Bible says in Proverbs like this. അദൃശ്യവാക്യത്തിൽ ദൈവം പറയുന്നു, A father is talking about a person who does not obey. തന്നെ അനുസരിക്കാത്ത ഒരുവനെ കുറിച്ച് അപ്പനെപ്രകാരം പറയുകയാണ്. You ignored all my advice and would not accept my rebuke. Calamity will overtake you like a storm, and disaster will overtake you like a whirlwind. നീ എന്റെ കൽപ്പന അനുസരിക്കാതെ ഉന്റെ ഉപദേശത്തെ ശ്രദ്ധിക്കാതിരുന്നത് നീ ഭയപ്പെടുന്ന അനർത്ഥം നിന്റെ മേൽ വരും. അത് കൊടുങ്കാറ്റ് പോലെ ചുഴലിക്കാറ്റ് പോലെ നിന്റെ മേൽ വരും. First Samuel says rebellion, that means disobedience is like the sin of witchcraft. ഒരു വർഷങ്ങളിൽ പ്രകാരം പറഞ്ഞു അനുസരണമാക്കിയത് ശുദ്രപ്രയോഗം പോലെ മന്ത്രവാദം പോലെ ദൈവത്തിന് ആ ഇഷ്ടമില്ലാത്തതുണ്ടാവും. We know great men of God in the Bible like Daniel and Samuel and Joseph. ദാനിയേൽ, ശമൂവേൽ, ജോസഫ് ഇങ്ങനെ ശ്രേഷ്ഠന്മാരായ ജീവദാസന്മാരെ കുറിച്ച് തിരുവചനത്തിൽ വായിക്കുന്നു. They were highly intelligent people to rule the countries with high IQ. വലിയ ബുദ്ധിരാക്ഷസന്മാരായ സീനിയേഴ്സായി ബുദ്ധിശക്തിയോടെ രാജ്യങ്ങളെ ഭരിച്ചവരായിരുന്നു. They were all subjected to God and the authority of their parents. എന്നാൽ അവരൊക്കെയും ദൈവത്തിന് കീഴ്പ്പെടുന്നുകൊണ്ട് മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചവരായിരുന്നു. I'm not saying all of you, but some of you feel like you are smarter than your parents because you are educated in the American school. ഞാൻ എല്ലാവരെ കുറിച്ചും പറയുന്നില്ല. നിങ്ങളിൽ ചിലർ പക്ഷെ ചിന്തിച്ചേക്കാൾ നിങ്ങളുടെ പേരൻസിനേക്കാൾ നിങ്ങൾ മിടുക്കന്മാരാണ് അമേരിക്കയിൽ നിങ്ങൾ പഠിച്ചതുകൊണ്ടത്. You think that your father's English accent is horrible and your mother's vocabulary is pitiful. നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം അച്ഛായുടെ ഡാഡിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല, അമ്മയുടെ ഇംഗ്ലീഷ് പറച്ചിൽ കേട്ടാൽ അമ്മയ്ക്ക് ഒന്നും അറിയില്ല എന്ന് കേട്ടിരിക്കാം. But I want to tell you, when you were born, you were not born with an American accent on your tongue. എന്നാൽ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ തുറന്നു വീണപ്പോൾ അമേരിക്കയുടെ ഭാഷാ ശൈലിയുമായെല്ലാം നീ ജനിച്ചത്. You were crying like frogs when you were born. നീ ജനിച്ചു വീണപ്പോൾ നിന്റെ കരുത്തിൽ കണ്ടാൽ ഒരു തവളത്തിന് കഴിയുന്നത് Your പോലെയാണ്. daddy and mommy have to take your diaper 10 times to keep you reasonably neat and clean. നിന്നെ അല്പം വൃത്തിയായിട്ട് വെക്കുവാൻ ഒരു ദിവസം 10 പ്രാവശ്യം നിന്റെ അമ്മയമ്മമാർ ഡയപ്പർ മാറിയിട്ടുണ്ട്. We admit when we speak Malayalam English, we have an accent. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ മലയാളം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആ ശൈലിയിലാണ് ഞങ്ങൾ But സംസാരിക്കുന്നത്. when you speak Malayalam, you have an accent too, and we forgive you for that. എന്നാൽ നിങ്ങളുടെ മലയാളം കേട്ടറിയാം നിങ്ങളുടെ ശൈലി എങ്ങനെയാണെന്ന്. എന്നാൽ ഞങ്ങൾ അത് ക്ഷമിച്ചു തരുന്നില്ലേ? You say you speak English better, but we speak Malayalam better, and we have a plus in that. നിങ്ങൾ പറയും നിങ്ങളുടെ ഇംഗ്ലീഷ് നല്ലതാണ്, പക്ഷെ ഞങ്ങളുടെ മലയാളം നല്ലതാണ്, അതിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. For Tulsa, your father may pronounce Tulsa. സംസാരിച്ച് പലരുമായിട്ട് നിങ്ങളുടെ ആടി പറയുമ്പോൾ തുർത്താനായിരിക്കും പറയുന്നത്. For an elevator, your mother may pronounce elevator, elevator. നിങ്ങളുടെ എലവേറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മ പറയും എലിവേറ്റർ എന്ന്. But I challenge you to pronounce the name Kurian, like he pronounced. ഞങ്ങൾ കുടിയെന്ന് പറയുന്നത് പോലെ നിങ്ങൾ പിള്ളേരൊന്ന് പറഞ്ഞു നോക്കിയിട്ട് You will say Kurian, which means star, a very short man. നിങ്ങൾ തന്നെ പറയും കുടിയെന്ന് അതിന്റെ അർത്ഥം ഒരു Dignified man. അല്പമുള്ള മനുഷ്യനാണ്, നീളക്കുറവുള്ളവരാണ്. You don't pronounce that like you do. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ സംസാരിക്കില്ല. I like you to pronounce Mariamma like we do. ഞങ്ങൾ മലയാളത്തിൽ പറയുന്നത് പോലെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാമോ? You may say Mariamma, which means a lady who is dead. നിങ്ങൾ പറയും മരിയാമ്മ എന്നതിന്റെ അർത്ഥം ആ സ്ത്രീ മരിച്ചു പോയെന്നാണ്. Or you may say Mariamma, Madi, I have enough, I am sick and tired of it. അല്ലെങ്കിൽ നിങ്ങൾ പറയും മതിയാത്ത മതി ഒന്നും വേണ്ട. If you laugh at our accent, we will start laughing at your accent. നിങ്ങൾ ഞങ്ങളുടെ സംസാരം കേട്ട് തിരിച്ചാൽ നിങ്ങളുടെ സംസാരം കേട്ട് ഓർപ്പിച്ചിരിക്കുവാനുണ്ട്. I was teaching my girl Bindu and my son Ranjit how to count up to 100 in Malayalam. മകൻ
ഞാൻ 1 മുതൽ 100 വരെയുള്ള ഒന്നരന്റെ എന്നുള്ളത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. And then my Bindu girl came to 26. അപ്പോൾ എന്റെ മകൾ ബിന്ദു 26 വരെ എത്തി. Do you know how she pronounced 26? 26 പറഞ്ഞ എങ്ങനെയാണെന്നറിയാമോ? Pronounced 26, 2 പട്ടിയെ എറിയാൻ, 26. അവർ പറഞ്ഞത് 20 എന്ന് പറഞ്ഞാൽ 2 പറ്റി കയറിയോ. And then she went to the 30, counting to the 30. അവിടെ 30 പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? And then I taught her how to pronounce 37, 37. അതിന്റെ 37 എന്ന് പറഞ്ഞാൽ പഠിച്ചു. And you want to hear how she pronounced? അങ്ങനെ പ്രവർത്തനറിയാമോ? She pronounced 37. അവർ പറഞ്ഞത് 37. That means 30 means an old lady. 37 പറഞ്ഞാൽ പ്രായപത്രി. If you pronounce 37 in Kerala, നിങ്ങൾ നാട്ടിൽ 37 എന്ന് പറഞ്ഞാൽ they will understand. If you see an old 30, old lady throw stones at her, ആ ഒരു പ്രായത്തിന്റെ സ്ത്രീയെ കണ്ടാൽ നിങ്ങൾ കഥയുടെ ജാലകം you will really get in trouble if you pronounce like that. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നാട്ടിൽ പ്രശ്നമാകും. English is our second language, ഇംഗ്ലീഷ് രണ്ടാം ഭാഷയാണ്. and Malayalam is your second language. മലയാളം നിങ്ങളുടെ രണ്ടാം ഭാഷയാണ്. We speak our second language better, English better, than you speak your second language Malayalam. നിങ്ങളുടെ രണ്ടാം ഭാഷ നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ നന്നായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ രണ്ടാം ഭാഷ സംസാരിക്കുന്നത്. But we forgive you for all the accent in Malayalam. എന്നാൽ നിങ്ങൾ മലയാളത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ ക്ഷമിപ്പിക്കുകയാണ്. And forgive us also and respect us for what we are and who we are. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ചിട്ട് ഞങ്ങൾ ആയിരിക്കുന്ന ആളുകൾ ഞങ്ങളെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യും. Friends, don't be like the other kids in the school who make fun of their parents and disrespect us. നിങ്ങളെ നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ മറ്റുള്ളവരെ അപമാനിക്കുന്ന ബഹുമാനിക്കാത്ത മറ്റു പിള്ളേരെ പോലെ നിങ്ങൾ ആയിരിക്കരുത്. Your parents may not be smart like you are. നിങ്ങളുടെ അത്രയും മിടുക്കലായിരിക്കില്ല എന്ന് But this is what Proverbs chapter 24 says. എന്നാൽ ഭവിഷ്യവാക്യം 24 അവസാനത്തിരിക്കുന്നതായിരുന്നു. Fear the Lord and meddle not with the rebellion. ആ ദൈവത്തെ ഭയപ്പെടുകയും Rebellious ആയിട്ടുള്ളത് മക്കളുമായിട്ടുള്ള ഇടപെടൽ. മക്കളുള്ളവരുമായി ഇടപെടാതെ ദൈവത്തെ ഭയപ്പെടുന്ന Fear the Lord and meddle not with the rebellion. ദൈവത്തെ ഭയപ്പെടുക മാത്രമല്ല മക്കളുള്ളവരുമായി ഇടപെടുവാൻ പാടില്ല. The same verse says, because their destruction will come suddenly, quickly. ആ പിന്നീട് പറയുന്നത് അവരുടെ വിരാജം അതിവേഗത്തിൽ കടന്നു The വരും. Bible says to you tonight, meddle not even associate with the rebellious, the disobedient. പ്രാകൃതരായി എതിർക്കുന്നവരുമായി മത്സരമിട്ടുന്നതുമായി നാം ഇടപെടുക പോലും അരുത്. Don't even associate with them. അവരുമായി ചേർന്ന് നടക്കുന്നവർ You know the reason? അതിന്റെ കാരണം They എന്നറിയാമോ? will give you the wrong advice. അവർ നിങ്ങൾക്ക് തെറ്റായ ഉപദേശങ്ങൾ They will tell you to run away from your home when your parents enforce discipline. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ഡിസിപ്ലിൻ തരുമ്പോൾ വിശ്വാസം തരുമ്പോൾ വീട്ടിൽ ഓടിപ്പോകാൻ അവർ പറയും. They will tell you that foster homes and house homes are better than real homes. അവർ നിങ്ങളോട് പറയും മറ്റു നിങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന്റെ വീടുകളും ഹോംസ് നോക്കിയാലും കണ്ടെത്തുന്നവർ They will tell you that spanking is a crime. അവർ പറയും അടിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞത്. They will say that private apartments are better than real homes with the father and the mother. മാതാപിതാക്കളോട് കൂടെ സ്വന്തം വീട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ പ്രൈവറ്റ് അപ്പാർട്ട്മെന്റിൽ ജീവിക്കുന്നത് നല്ലതാണ്. The Bible tells you tonight, meddle not with the wicked and the rebellious. They will destroy you, you will be destroyed. മറ്റുള്ളവരോട് ചേർന്ന് നടക്കരുത്, അവർ നിങ്ങളെ നശിപ്പിക്കും, നിങ്ങൾ നാശത്തിലേക്ക് പോകുമെന്ന് വചനം പറയും. The things will never be flowery like you think they are now as they talk to you now. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് പോലെ എല്ലാം സുന്ദരമായി തീരുകയില്ല എന്ന് You ഓർത്തുകൊള്ളണം. want to know what Proverbs says in chapter 15? 15 ഭവിഷ്യവാക്യത്തിൽ എന്താണ് പറയുന്നത് അറിയാമോ? A scholar, a mocker, a rebellious loveth not the one who reproves him. ഉപദേശം തരുന്നവരെ ദുഷ്ടൻ അല്ലെങ്കിൽ പരിഹാസി എതിർക്കുന്നവൻ മത്സരമുറ്റുള്ളവൻ A സ്നേഹിക്കില്ല. scholar does not love the one who corrects and reproves him. പരിഹാസി ശാസ്ത്രം ഇഷ്ടപ്പെടുന്നില്ല. Neither will he go unto a wise man. മാത്രമല്ല അവൻ ജ്ഞാനികളുടെ അടുക്കൽ പോവുകയില്ല. He will never go to a wise man for advice. അവൻ ഉപദേശത്തിന് വേണ്ടി ജ്ഞാനിയായ മനുഷ്യന്റെ അടുക്കൽ He പോവുകയില്ല. will never make a telephone call to seek a good advice from an experienced adult. അനുഭവ സമ്പന്നമായ ഒരു വ്യക്തിയോട് അഭിപ്രായം ചോദിക്കുവാൻ അവൻ ഒരിക്കലും വിളിച്ച് സംസാരിക്കില്ല. He will never consult an experienced pastor about her life or her advisor. അങ്ങനെയുള്ള പെൺകുട്ടി ഒരു അനുഭവ സമ്പന്നമായ പാസ്റ്ററെ വിളിച്ചാൽ ജീവിതത്തിന് വേണ്ടി ഉപദേശം ചോദിക്കില്ല. That girl and boy
knows everything under the sun. അവർ ചിന്തിക്കുന്നത് സൂര്യന്റെ കീഴിലുള്ള സകലത്തെ കുറിച്ച് അവർ അറിയാവുന്നതാണ്. Boys and girls, I want you to imagine about a statistic. ഒരു ചിരിക്കുന്നവരെ കളക്ടർ 100 years from now, some historian is preparing a statistics of Malayalis in America. 100 വർഷത്തിന് ശേഷം അമേരിക്കയിലുള്ള മലയാളികളെ കുറിച്ചൊരു കണക്കെടുക്കാൻ വരികയാണ്. They are preparing a statistic അവരുടെ സ്ഥിതികളുടെ കണക്കുണ്ടാക്കുകയാണ്. about the first 1000 divorces in America. അമേരിക്കയിലുള്ള ആദ്യമായി സംഭവിക്കുന്ന 1000 വിവാഹത്തെ കുറിച്ച്. The first 1000 divorces among hair whites in America. അമേരിക്കയിലുണ്ടായ ആദ്യത്തെ 1000 വിവാഹമോചനങ്ങളെ കുറിച്ച്. Do you like to have your name in that list 100 years from now? 100 വർഷത്തിന് ശേഷം ഉണ്ടാക്കുന്ന കണക്കിൽ നിങ്ങളുടെ പേര് ഉണ്ടാകണമെന്ന് But ആഗ്രഹിക്കുന്നു. if you are rebellious against the word of God, your name will be there. നിങ്ങൾ തിരുവചനത്തെ എതിർത്ത് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേര് ആവശ്യമുണ്ടാകും. If you are rebellious today, most probably you will get married to another rebellious boy or girl. There will be two rebellious people under one roof and your life will be miserable. നീ ദൈവവചനത്തിനെതിരെ മത്സരബുദ്ധിയോടെ എതിർത്ത് ജീവിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ഓരോരുമായിട്ട് വിവാഹം കഴിക്കും. നിന്റെ ജീവിതം വിവാഹമോചനത്തോടെ സാധിക്കും. Sampradaya is speaking with love tonight. എന്നാൽ സാമ്പത്തികത്തിൽ സ്നേഹത്തോടെ രാത്രിയിൽ The Bible says, meddle not with the rebellious tonight. എതിർക്കുന്നവരുമായി ശരിയാകുന്നതുമായി Leave them alone and you take your daddy and mother, you take the Bible, you take the church and follow the Lord. അവരുടെ നാട്ടിന് പോകട്ടെ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുമായി നിങ്ങളുടെ സുവിശേഷ നിലക്കാരുമായി അവയുമായി തിരിച്ചു മുമ്പോട്ട് പോകുക. Sometimes your parents will interrupt your schedule. നിങ്ങളുടെ രീതികളിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമുകളെ ഒരു പക്ഷേ You want to go for games with a friend and then daddy says tonight is convention night, you have to go to convention. കൂട്ടുകാരുമായി കളിക്കുവാൻ പോകുമ്പോൾ ഒരുങ്ങുമ്പോഴായിരിക്കും കാര്യം പറയുന്നത് ഒരു കൺവെൻഷൻ ഉണ്ട് അതിൽ പോകാറുണ്ട്. You want to watch your favorite TV show and then mommy says it's time for family prayer. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടി.വി. ഷോ വരുമ്പോഴാണ് അമ്മ മമ്മിയെന്ന് പറയുന്നത് ഒരു പ്രാർത്ഥിക്കാൻ സമയമായി. You say, what kind of a daddy I have? നിങ്ങൾ പറയും എന്റെ ഡാഡി I have no phone, all my friends have phone, the daddy and mommy is killing all my fun time. എനിക്കൊരു തമാശ പോലും തരത്തില്ല. എന്റെ കൂട്ടുകാരാണെങ്കിൽ എപ്പോഴും എൻജോയ് ചെയ്യുകയാണ്. എന്റെ ഡാഡി മമ്മി എന്തോ മനുഷ്യനാവും. Daddy and mommy interrupt my daily schedule and my fun. എന്റെ ദിവസത്തെ ഒരു പ്രോഗ്രാം എന്റെ സന്തോഷമല്ല അപ്പോഴും അതിനെ നശിപ്പിച്ചു കളയാൻ. But we know that Jehovah God interrupted the schedule of Jesus Christ. നിങ്ങളുടെ കാര്യം ഓർക്കണം. യേശുവിന്റെ ആ ശരീരം പോലും പിതാവായ ദൈവം അത് മാറ്റിക്കുറിക്കുന്നുണ്ടായി. Jesus was enjoying his schedule at the right hand, listening to the music of the angels. പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് ദൂതന്മാർ അവലോകന ഗീതം ആസ്വദിച്ചുകൊണ്ട് യേശു കർത്താവ് പിതാവിന്റെ പങ്കിലായി. Daddy Jehovah said, go to the earth, touch the lepers, heal the people, walk through the mountains, and heal the sick, and finally die on the cross. പിതാവായ ദൈവം ഈ പുത്രനോട് കൽപ്പിച്ചു, നീ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നിരോധികളെ സൗഖ്യമാകും, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുകയും അവർക്ക് വേണ്ടി വേദന ഏറ്റെടുക്കുക. And this is what Philippians chapter 2 says to you tonight. Let this mind be in you which was also in Christ. He humbled himself and became obedient even unto the death on the cross. അവൻ തന്നെത്താൻ ജനിച്ച് തന്നെത്താൻ താത്തി അനുസരണമുള്ളവരായി മനുഷ്യനായി വിളങ്ങി. Obedient unto the death on the cross. ക്രൂശിലെ മരണത്തോട് അനുസരണമുള്ളവരായി. How far you go obedient unto the father and the mother. കുഞ്ഞിനെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർ അനുസരിക്കുന്നവൻ എത്രത്തോളം To following some of your ego and pride. നിങ്ങളുടെ അലങ്കാരത്തെ അനുസരിച്ച് ജീവിക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. Unto the level of calling some adult and going to some adult and asking for advice. നിങ്ങൾ ചില ആ പ്രായമുള്ളവരോട് അഭിപ്രായ ഉപദേശം ചോദിച്ചിട്ട് മുമ്പോട്ട് പോകാൻ You think all the time to be like Jesus and to be like Jesus, and Jesus wants you tonight to have the mind of obedience of Jesus. നിങ്ങൾ എപ്പോഴും പാടാറില്ലേ, എനിക്ക് യേശുവിനെ പോലെയാകണം, യേശുവിനെ പോലെയാകണം. യേശു ആഗ്രഹിക്കുന്നത് യേശുവിന്റെ മനസ്സിൽ ഉണ്ടാകുന്നത്. Parents, if you think I'm preaching the truth from the Bible, lift your hand and say
your parents physically. രണ്ടാമത് നിങ്ങളുടെ ശരീരമാണ് നിങ്ങൾ മാതാപിതാക്കളെ Love your parents with your body in a physical way. നിങ്ങളുടെ ശരീരത്തിൽ ശരീരമാണ് മാതാപിതാക്കളെ അനുസരിക്കുക. How long ago since you hugged your dad? നിങ്ങളുടെ ഡാഡിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന എത്ര നാളായി? How long ago since you wrapped your body around your mommy's body? നിന്റെ മമ്മയുടെ അടുത്ത് ചെന്ന് ഉരുമിന്നിട്ട് എത്ര നാളായി? Do you know your mommy was the first person who touched your body? ഒരു കാര്യം മനസ്സിലായോ? നിന്നെ ആദ്യമായി നിന്റെ ശരീരത്തെ തൊട്ടത് നിന്റെ അമ്മയാണ്. In fact, she wrapped you around her belly for 9 long months. 9 മാസക്കാലം നിന്റെ ഉടലത്തിൽ ചുമന്നത് നിന്റെ പ്രിയമാതാവാണ്. How many times she touched your body to change your diaper? അതറിയ നിന്റെ ഡയപ്പറുമായി നിന്നെ ശുദ്ധീകരിക്കുവാൻ നിന്റെ അമ്മയെ ആവശ്യം നിന്നെ How കാണും. many times your daddy touched you to spoon feed you when you were a baby? നിനക്ക് ആഹാരം തരുവാൻ നിനക്ക് വെള്ളം തരുവാൻ നിന്റെ പിതാവത്തിന് ആവശ്യം When you were a baby crying for milk, how many times your daddy mama touched your eyes and hair to wipe your tears? അതിനു വേണ്ടി നീ കരഞ്ഞു വിളിക്കുന്ന സമയത്ത് എത്രയോ പ്രാവശ്യം നിന്റെ ഡാഡിയും മമ്മിയും വന്ന് നിന്റെ കണ്ണുകളിൽ ഒപ്പിവാക്കി. You remember when you were a baby and you were about to vomit? നീ ഒരു കുഞ്ഞായിരുന്നപ്പോൾ നീ ഛർദ്ദിച്ച് നീ കിടന്നപ്പോൾ Do you remember how your mother took that vomiting man's very hand so it won't fall on the carpet? നിന്റെ മമ്മി ആ കറുപ്പത്തിൽ വീണ് ആ ഛർദ്ദിലൊപ്പി സ്വന്തം കൈകൊണ്ട് കോരിയെടുത്ത് നീ ഓർക്കുക. Carpet gila. How many times she put her hand and carried that vomit so it won't fall on the carpet? കറുപ്പത്തിന് വീണാണ് സ്വന്തം കൈയും അവർ ഛർദ്ദിലേക്കെടുത്ത് നീ ഓർക്കുക. How many times she wiped your nostrils so to clean up your nostrils? എത്രയോ പ്രാവശ്യം അവൻ സ്വന്തം കൈകൊണ്ട് നിന്റെ മൂക്ക് ശുദ്ധീകരിക്കുവാൻ സ്വന്തം കൈകൊണ്ട് Times your daddy touched your hair and had to comb your hair. നിന്റെ പിതാവ് എത്രയോ പ്രാവശ്യം സ്വന്തം കൈകൊണ്ട് വാത്സല്യത്തോടെ നിന്റെ മുടി പോലെ How many times your daddy put you in the soul of the rock you and touched you to sleep? നിന്റെ പിതാവ് എത്രയോ പ്രാവശ്യം നിന്റെ തോന്നുന്ന കിടത്തിക്കൊണ്ട് നിന്റെ താരാട്ടുപാട് വിളക്കിയിട്ടുണ്ട്. How many times he was singing and rocking beautiful melodies, Rari Laro, when you were a baby? നീ ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ നിന്റെ കരുത്തിൽ മുമ്പാണ് നിന്റെ തോന്നിയ നിനക്ക് രാവിലാരോ താരാട്ട് ചൊല്ലി നിന്റെ പിതാവ് നിന്നെ എത്ര പ്രാവശ്യം വിളക്കിയിട്ടതാണ്. Your daddy did not do what I did to my children. എന്റെ കുഞ്ഞുങ്ങളോട് ചെയ്തതല്ല നിങ്ങളുടെ പിതാവിനോട് ചെയ്തത്. My son was a baby, he wanted me to carry him on my shoulder and rock him all the time. എന്റെ മകന്റെ കുഞ്ഞായിരുന്നപ്പോൾ എന്റെ തോന്നിന് മേൽ കിടന്നുകൊണ്ട് അല്ലാതെ തോന്നിന് മേൽ കിടക്കണമെന്ന് He ആഗ്രഹമുണ്ടായിരുന്നു. wanted me to sling and rock him all the time. രാത്രി ഉടക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. I had a lot of things to write and study in the evening and I got tired. എന്നാൽ എനിക്ക് ധാരാളം എഴുതുവാനും പഠിക്കുവാനും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ക്ഷീണിതനായി തീരാറുണ്ടായിരുന്നു. I bought an automatic swing and you wind it and leave it and it will swing by itself. ഞാനൊരു ഓട്ടോമാറ്റിക് ഒരു ഊഞ്ഞാലും കൊണ്ടുവന്ന് അതിങ്ങനെ പൈപ്പിലേക്ക് കൊടുത്താൽ തന്നെ കറങ്ങിക്കൊണ്ട് So I didn't have to touch him all the time. എന്റെ കുഞ്ഞിനെ എപ്പോഴും താരാട്ട് പാടേണ്ട Then he ആവശ്യമില്ല. developed another habit. അതിനുശേഷം മറ്റൊരു സ്വഭാവം ഉണ്ടായി. He had to sing Rari Laro for him to sleep. അവനെ ഉറക്കുവാൻ ഞാൻ ആരെയാണോ പാടിക്കൊടുക്കണമായിരുന്നു. And he stopped, he worked except that he would not go to sleep. അത് കുത്തിക്കഴിഞ്ഞാൽ ഉറങ്ങുകയില്ല ഇങ്ങനെ ഉണർന്ന് കിടക്കും. I got tired of it. എനിക്ക് അവസാനം ഞാൻ ബന്ധപ്പെട്ടു പോയി. You know what I did? ഞാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? I took a tape recorder ഞാൻ കേട്ടുകാരൻ കൊണ്ടുവന്നു. and 45 minutes on one cassette and I dictated Rari Laro for 45 minutes. And when I come in the evening and he's crying for rocking, ആ സത്യക്ക് കടന്നു വരുമ്പോൾ അവരിങ്ങനെ ആട്ടി ഉറക്കുവാൻ and I will wind up that swing ആ ഊഞ്ഞാലിങ്ങനെ വേണ്ടി and then I will put the tape recorder behind the swing. അതിന്റെ ടേപ്പിക്കാരനെ പുറകെ കൊണ്ടുപോയി And I will turn it on and he will be carrying on Rari Laro. അതിന്റെ ടേപ്പിക്കാരൻ ചെയ്യും അതിങ്ങനെ രാജകാരോ പാടിക്കൊണ്ടിരിക്കും. For 45 minutes and he thinks I am behind and he will go to sleep. അത് 10 മിനിറ്റ് ഇങ്ങനെ പാടും. എന്റെ കുഞ്ഞു ചിന്തിക്കും ഡാഡി I want to tell you, your mommy and daddy did not do that trick on you. They really touched you with their hands and they sing that song
cannot touch them today, there is some problem there. നിങ്ങൾക്ക് ആരെയും തൊടുവാൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. They need to feel the warmth of your body today. നിങ്ങളുടെ ശരീരത്തിന്റെ ചൂട് അവർ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു. Jesus himself knows the significance of the touch. യേശു കർത്താവിനും ഈ സ്പർശനത്തിന്റെ touching person. യേശു കർത്താവ് സ്പർശിക്കുന്നവരാണ്. Touch the poor and the lepers and the sick with his hand. അവൻ പാവപ്പെട്ടവരെയും രോഗികളെയും കുഷ്ഠരോഗികളെയും സ്വന്തം കരങ്ങളാൽ And your parents need that touch of love tonight in their life. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിലും കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ സ്പർശനം ആവശ്യമാണ്. Don't wait too long to touch down. അവരോട് തൊടുവാൻ നിങ്ങളെയും അമർത്തിക്കരുത്. Because someday you will come back from school or your office or workplace ഒരു ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ നിന്നോ ജോലി സ്ഥലത്തു നിന്നോ വീട്ടിൽ തിരികെ വരും. and you will go to the funeral home. നിങ്ങൾ അതിനുശേഷമാണ് And you will be touching their icy cold forehead and body. അന്ന് നിങ്ങൾ അവിടെ തണുത്ത് മരിച്ച അവരുടെ നെറ്റിയിൽ കൈവച്ച് നിങ്ങൾ And വിരുന്നിരിക്കും. they cannot even feel your touch on that day. അവിടെ നിങ്ങളുടെ സ്പർശനം അനുഭവിക്കുവാൻ അവർക്ക് But കഴിയില്ല. today they can feel and they need you to touch them with the love of Christ. എന്നാൽ ഇന്ന് നിങ്ങൾ സ്പർശിക്കുമ്പോൾ അതിന്റെ ഊഷ്മളത അവർ അനുഭവിക്കുവാൻ സാധിക്കുന്നവരാണ്. When your daddy is ready to go to church with his suit, നിങ്ങളുടെ ഡാഡി ചൂണ്ടലേക്ക് സഭയിലേക്ക് വരുവാൻ ആരംഭിക്കും. the links and the dust from his coat. ആ പൊടികളൊക്കെ ചെന്ന് തട്ടിപ്പുറം വൃത്തിയാക്കും. Just right out his arm and twist his neck. അടുത്ത് ചെന്നാൽ കൈയൊക്കെ ഒന്ന് പിടിച്ച് നേരെയാക്കി കോളൊക്കെ And if your daddy has that hair protruding through his nostrils, ആ നോക്കിലുള്ള നിരച്ച മുടി ഇങ്ങനെ വെളിയിൽ വരുന്നുണ്ടെങ്കിൽ take a small clip of scissors and cut those hairs out of his body. അടിയതായിട്ട് പ്രതിക്കാവുന്ന മുറിച്ച് മാറ്റി കൊടുക്കണം. Pluck out your mommy's gray hairs if she doesn't have too many of them on her head. ആ നിന്റെ അമ്മയുടെ മുടിയിൽ എല്ലാം നരച്ചില്ലെങ്കിൽ ചെന്ന് ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന നരച്ച മുടി ഒന്ന് പിടിച്ച് മാറ്റിക്കുക. Her soulmate when she complains of shoulder pain. വേദനയുണ്ടെന്ന് പറയുമ്പോൾ ചെന്ന് ആ നിന്റെ അമ്മയുടെ തോന്നുന്നു തടഞ്ഞു നോക്കണം. They need that touch of her children. അവർക്ക് ആ സ്പർശനം ആവശ്യമാണ് കുഞ്ഞുങ്ങളെ. Touch of her children. അവരുടെ സ്നേഹത്തിന്റെ ഒരു സ്പർശനം They അവർക്ക് need that touch of care in their life. നിങ്ങളുടെ കരുതലിന്റെ ആ സ്പർശനം അവർക്ക് ആവശ്യമാണ്. Because your daddy and mommy have fears in their mind. അവരുടെ മനസ്സിൽ അവർക്ക് ചില ഭയങ്ങളുണ്ട്. They have several fears in their mind. അവരുടെ മനസ്സിൽ പല ഭയങ്ങളുമുണ്ട്. They will never tell you about the fears because they don't want to lose you or offend you. നിങ്ങളുടെ മാതാപിതാക്കളുടെ ഭയങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയാത്തത് നിങ്ങൾ വേദനിക്കും അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുന്ന വേണ്ടിയാണ്. They have fears about your future. നിങ്ങളുടെ ഭാവിയെ കുറിച്ചിട്ട് അവർക്ക് They have ഭയമാണ്. fears about your education. നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അവർ They have ഭയമാണ്. fears about your marriage. നിങ്ങളുടെ വിവാഹത്തെ കുറിച്ച് അവർക്ക് ഭയമുണ്ട്. Because that touch of husband and say, Daddy, Mommy, in this touch I am showing you I am with you all my life. നിങ്ങൾ കാണുന്നത് അവരെ സ്പർശിച്ചിട്ട് പറയൂ, ഡാഡി മമ്മി എനിക്കറിയാം നിങ്ങളുടെ വിഷമം എന്താണെന്ന്, എന്റെ കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയാമെന്ന് പറയും. If you say another praise the Lord if I am preaching the truth tonight. ദൈവത്തെ ബോധപ്പെടുത്തും. ഹല്ലേലൂയ. Boys and girls, please realize that you are not independent until the pastor proclaims you wife and husband. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ ദാസന്മാർ, നിങ്ങൾ രണ്ടുപേരെ ഭാര്യ ഭർത്താക്കന്മാരായി വിളംബരം ചെയ്യുന്നവരെ നിങ്ങൾ സ്വതന്ത്രരല്ല എന്ന് ഓർത്തുകൊണ്ട് Don't think even on the marriage day you are independent. ഒരിക്കലും വിവാഹ ദിവസം പോലും നിങ്ങൾ സ്വതന്ത്രമെന്ന് കരുതരുത്. Even on the wedding day you are under your parents. നിങ്ങളുടെ വിവാഹ ദിവസം പോലും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ You അധീനരാണ്. are independent only when the minister of God says I proclaim you wife and husband. ഞാൻ നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി വിളംബരം ചെയ്യുന്നുവെന്ന് ശുശ്രൂഷകൻ എപ്പോൾ വരെ വിളിച്ചു പറയുന്നത് അതുവരെ നിങ്ങൾ മാതാപിതാക്കൾ Please believe me, some today are out of conviction and love. ആ കുട്ടികൾ ഇത് പറയുന്നത് വ്യക്തമായ ധാരണയിൽ നിന്നും ഉദ്ദേശത്തിൽ നിന്നുമാണ്. Some of you really live a good life. You damage everything on the day of your marriage. നിങ്ങളിൽ ചിലർ നന്നായി ജീവിച്ചവരാണെന്നാൽ വിവാഹത്തിന്റെ ദിവസം നിങ്ങൾ സകലവും തകർത്തുവരാണ്. You know there is a proverb in Malayalam, വെളുക്കുവോളം വെള്ളം കോരിയിട്ട് വെളുപ്പിനെ കൊട വച്ചു. മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, വെളുപ്പോളം കോരിയിട്ട് വിളക്കാറായപ്പോൾ കൂടെ പുറത്തു. You are working hard, a good boy, all day drawing water, helping the parents, but in the morning, all night in the morning, you carelessly put the pot down and brought it. ഒരു നല്ല കുഞ്ഞായിരുന്നു, രാവിലെ മുതൽ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടേയിരുന്നുവെന്ന് നേരം നടന്നപ്പോൾ അശ്രദ്ധയാൽ ആ കുടം താഴെ So you really destroyed all our standards on that day of your wedding. നിങ്ങളിൽ ചിലര് ഞങ്ങളുടെ സകല ബോധങ്ങളെ
be modest and dressed in a Christian way. അവർ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യാനികളെ പോലെ വിശ്വാസികളെ പോലെ You look at these Pentecostals, but their words are everybody else. അവർ പറയും ആ പെന്തക്കോസ്തുകാരെ നോക്കിയിട്ട് മറ്റുള്ളവരെ പോലെ എല്ലാവരും രീതികൾ. Boys and girls, you are not independent on the day of marriage. നിങ്ങളെ എല്ലാവരും മനസ്സിലാക്കുക, നിങ്ങളുടെ വിവാഹം നിങ്ങൾ You are still under your father and mother. നിങ്ങളുടെ മാതാപിതാക്കൾ Until the minister declares you as a husband. ആ ശുശ്രൂഷകളെ സ്ത്രീയും പുരുഷനും ഭാര്യമാരെ എല്ലാം തന്നെ ചെയ്യുന്നത്. I travel all around America speaking in marriages and attending marriages. അമേരിക്കയിൽ സ്ഥാനങ്ങളിൽ വിവാഹം സംബന്ധിക്കുവാനും ശുശ്രൂഷിക്കുവാനും Sometimes I really grieve in my heart how some young people are to destroy all the standards we are building of our life. അവരുടെ വീടുകൾ കാണുമ്പോൾ ചില യൗവനക്കാർ എന്താ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ സ്റ്റാൻഡേർഡുകളും രീതികളെ അതർസുകളെ There is such an attention and an interest on the worldly things of the life. അവരുടെ ജീവിതത്തിൽ നോക്കിയാൽ ജനികമായ ലോകത്തിലേക്കുള്ള ലോകപരമായതിലേക്കുള്ള വലിയൊരു താല്പര്യമുണ്ടാകും. I want some of these receptions that happen after the marriages. കല്യാണത്തിന് ശേഷമുള്ള സ്വീകരണ റിസപ്ഷനെ കുറിച്ച് ഞാൻ I പറയാം. hear some of these romantic love songs written by worldly people who don't know Christ, sung by some of your friends who have no experience with Jesus Christ. നിങ്ങളുടെ ചിലത്തിലേക്ക് കൊണ്ടുവന്ന ദൈവമില്ലാത്ത ജനങ്ങൾ എഴുതിയ ഈ ലോകത്തിന്റെ ജനികമായിട്ടുള്ള പാട്ടുകൾ അങ്ങനെയുള്ള വിരുദ്ധവേദനകൾ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. I will tell you how we acted when we were getting married. ഞങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയായിരുന്നു പറയുന്നത്? We stood in fear and respect before the presence of God. Before the man of God, the minister and the pastor of God, as we were exchanging their holy love. ഞങ്ങളുടെ ദൈവനാമത്തിന്റെയും ശുശ്രൂഷകന്റെയും മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിവാഹം നമ്മൾ ചെയ്യുമ്പോൾ അയത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെ. But today I see the carnal look in the man's and wife, that very carnal, very lusty look that is out of the word of God, whether you like it or not. നിങ്ങൾ ഇഷ്ടപ്പെട്ടാണെങ്കിലും വിവാദവേദികളിൽ സ്ത്രീയുടെയും പുരുഷന്റെയും നോട്ടങ്ങൾ കാണുമ്പോൾ ജനികാത്മത്തിലൂടെ നിറവിന്റെ നോട്ടങ്ങൾ എപ്പോഴെപ്പോഴും വേദനിച്ചിട്ടുണ്ട്. Sometimes I feel like another movie star is looking into the eyes of another lady movie star. ആ സ്ത്രീയുടെയും പുരുഷന്റെയും നോട്ടം കാണുമ്പോൾ ഒരു സിനിമാനന്റെ കണ്ണിലേക്ക് അതിന് വേണ്ടത്തോട് നോക്കുകയാണെന്ന് ഞാൻ സംശയിച്ചു. Boys and girls, don't destroy us. നിങ്ങൾ ഞങ്ങളെ നശിപ്പിക്കരുത് കുഞ്ഞുങ്ങൾ. Don't destroy what we have been preaching all our life. ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഞങ്ങൾ പ്രസംഗിച്ച സത്യത്തെ നിങ്ങൾ നശിപ്പിക്കരുത്. Some of us are embarrassed to look into the eyes of the people outside. They are laughing at us. വെളിയിലുള്ള ജനങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുവാൻ പോലും ധൈര്യമില്ലാത്തവരായ തിരികെയാണ് അവർ ഞങ്ങളെ നിങ്ങൾ നിമിത്തം പരിഹരിക്കുക. You say I have to do these things. നിങ്ങളുടെ പക്ഷേ പറഞ്ഞേക്കാം എനിക്കിതൊക്കെ ചെയ്ത മതിയാണ്. My friends from the school and college are coming. എന്റെ സ്കൂളിൽ നിന്ന് എന്റെ കൂട്ടുകാരെ കല്യാണത്തിന് വരുന്നുണ്ട്. I don't want to be embarrassed before them. എനിക്ക് അവരുടെ മുമ്പിൽ വെച്ചിടാൻ ആഗ്രഹമില്ല. I want to tell you the friends come and go. ഞങ്ങളുടെ കാര്യം പറയട്ടെ, കൂട്ടുകാർ ഇന്നുണ്ട് നാളെയില്ല. They will go their way. അവർ അവരുടെ വഴിക്ക് പോകും. You may not see them for 5 or 10 years. 5 or 10 വർഷം കഴിയുമ്പോൾ അവരെ നിങ്ങൾ കാണുകയില്ല. Next time you will see them will be in the homecoming game. അതിന് ഒരുപക്ഷെ ഒരു ദിവസം ഫുട്ബോൾ കളിച്ചായിരിക്കും. നിങ്ങൾ ഒരുപക്ഷെ ഒരു ഗെയിമിൽ വെച്ചായിരിക്കും നിങ്ങളെ വ്യക്തിയെ കാണുന്നത്. ഫുട്ബോൾ കളിയിൽ വെച്ചായിരിക്കും. You may see them accidentally at the airport 10 years from now. ഒരുപക്ഷെ യാദൃശ്ചികമായി 10 വർഷം കഴിഞ്ഞ് എയർപോർട്ടിൽ വെച്ചായിരിക്കും നിങ്ങൾ കാണുന്നത്. Your daddy has to be in the church committee every Sunday. എന്നാൽ ചർച്ച കമ്മിറ്റിയിൽ നിന്റെ പിതാവ് എന്നും ഇതിന്റെ വഴിയാകുന്നു. Your daddy has to face his congregation every Sunday. നിന്റെ പിതാവിന് സഭയിൽ ഉയർന്ന് എന്നും നിന്റെ മതിയാകുന്നു. Don't silence him. അവനെ നിങ്ങൾ ശബ്ദമടക്കരുത്. He cannot speak when you have damaged his standard. അവന്റെ സ്റ്റാൻഡേർഡിനെ നിങ്ങൾ നശിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പിതാവ്
you go one step back, your children will go 3 steps back. നീ ഒരു സ്റ്റെപ്പ് ഒരടി മുന്നോട്ട് പോയാൽ നിന്റെ കുഞ്ഞുങ്ങൾ 3 അടി പിന്നിലേക്ക് പോകുമെന്ന് ഓർക്കണം. Amen. Amen. I never will say that a person who wear ornaments will go to hell. I will never say. ആഭരണമിട്ടുകൊണ്ട് ഒരു വ്യക്തി നരകത്തിൽ പോകുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. I believe we Pentecostals have a standard about our dress. എന്നാൽ ഞങ്ങൾ പെന്തക്കോസ്തുകാർക്ക് ഞങ്ങളുടെ വസ്ത്രത്തെ കുറിച്ച് ഒരു മത്സരമുണ്ട് എന്ന് Don't judge anybody else, but we judge ourselves. ഞങ്ങൾ മറ്റുള്ളവരെ കുറ്റമിരിക്കുന്നില്ല. ഞങ്ങളെ തന്നെ ഒരു മാനദണ്ഡത്തെ സൂക്ഷിക്കുക. For 3-4 years, some people were trying to put an ornament on my body when I got to convention. ഞാൻ കൺവെൻഷന് പോകുമ്പോൾ 3-4 വർഷമായിട്ട് ഒരു ആഭരണം ധരിക്കുവാനെന്ന് ചിലർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. I don't judge you, but I am judging and speaking my conviction. ഞാൻ നിങ്ങളെ കുറ്റം പറയുകയല്ല, എന്റെ ഉറച്ച വിശ്വാസം ഞാൻ പ്രകടിപ്പിക്കുന്നു. Forgive me as I probably if I am wrong. ഞാൻ തെറ്റാണെങ്കിൽ I don't believe tie is an ornament. ഞാൻ ഒരിക്കലും കരുതുന്നില്ല തൈ ഒരു ആഭരണമാണ്. Because I don't think you call a shop that sell a tie an ornament shop. ആ തൈ വാങ്ങുവാൻ ചെയ്യുന്ന കട ആ ഓർണമെന്റിന്റെ ആഭരണത്തെയായി ഞാൻ പറയില്ല. I don't think it may not be an ornament to people outside of Pentecost. പെന്തക്കോസ്ത് വെളിയിലുള്ളവർക്കും തൈ പിടിക്കുന്ന ഒരു ആഭരണമല്ല. But because we have been preaching our dress standard, നാം നമ്മുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് മൂലം I'm not saying you my conviction is that a rose is an ornament on a wedding day or any other day. കല്യാണ ദിവസമോ മറ്റൊരു ദിവസമോ ഒരു റോസാപ്പൂ ധരിക്കുന്നത് ഒരു ആഭരണമായി ഞാൻ കരുതുന്നു. I would not judge you for doing that. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളെ കുറ്റം I will never do that. എന്നാൽ ഞാൻ ധരിക്കും. I was in a wedding in the south of America, in the southern corner. സൗത്ത് അമേരിക്കയിൽ സ്ഥലം പോലുള്ള ഒരു വിവാഹം ഞാൻ നടന്നുപോയി. And the people wanted me to put that rose. ചിലരെ വളരെ നിർബന്ധിച്ചു റോസാപ്പൂ. I tell you, I will never judge another minister who wears that in talking. മറ്റൊരു ശുശ്രൂഷകൻ റോസാപ്പൂ ധരിച്ചാൽ ഞാൻ ഒരിക്കലും കുറ്റം I പറയില്ല. will not do, that is my conviction. എന്നാൽ ഞാനും ധരിക്കുകയില്ല, എന്റെ ഉറച്ച ഉറപ്പാണ്. The people thought I need to be doing that because I am preaching and I am on the stage. ചിലർ ചിന്തിക്കുന്നത് ഞാൻ സ്റ്റേജിൽ എപ്പോഴും പ്രസംഗിക്കുവാൻ വരുന്നത് കൊണ്ട് ഇത് ചെയ്യുന്നില്ല. And the organizers began to force it on me. You have to do it, you have to do it. അങ്ങനെ ഓർഗനൈസ് ചെയ്ത ആളുകളെ നിർബന്ധിക്കുവാൻ തുടങ്ങി. I have said my conviction is again. ഞാൻ പറഞ്ഞു എന്റെ ഉറച്ച So we got to go and talk to the pastor then. അതിനുശേഷം പാസ്റ്ററോട് സംസാരിച്ചു. And I thought I may not be allowed to preach without that robe. But I was firm and steady. ഞാൻ ചിന്തിച്ചു ആ റോസാപ്പൂ ധരിച്ചില്ലെങ്കിൽ പ്രസംഗിക്കുവാൻ സമ്മതിക്കില്ലാണ്. പക്ഷേ ഞാൻ നിർത്തുന്നു. And the pastor said, if Samkuti doesn't want it, why do you force it on him? എന്നാൽ ക്ലാസ് വന്ന് ആൺകുട്ടിക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിർബന്ധിക്കുന്നത്? Please allow us to stand on our conviction. സഹോദരങ്ങളെ, നമ്മുടെ ഉറച്ച വിശ്വാസത്തിന് ഉറപ്പോടെ മുമ്പോട്ട് പോകാം. I want to tell you, even some of the wives of our pastors have gone back to the standard of the Bible. ഞാൻ ചില കാര്യങ്ങളെന്ന് പറയട്ടെ, ദൈവദാസന്മാരുടെ പാസ്റ്റത്തിന്റെ പരിവാരങ്ങൾ വിശുദ്ധിയിൽ നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. And you will see your children going back many steps. എന്നാൽ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധി അധികം പിന്നോട്ട് പോകുന്നത് നിങ്ങൾ കാണും. A dress that is not right on Sunday is not right on the wedding day. ഒരു കാര്യം ഓർക്കണം, ഏതാണ്ട് ശരിയല്ലാത്ത ഒരു വസ്ത്രം ഒരു കല്യാണ ദിവസവും ശരിയല്ല. Let us be holy before the people of the world. ലോക മനുഷ്യരുടെ മുമ്പാകെ വിശുദ്ധരായി തന്നെ ജീവിക്കാം. Don't criticize other people, but let us follow our conviction. മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാനല്ല, ക്രിട്ടിസൈസ് ചെയ്യുവാനല്ല, നമ്മുടെ ഉറപ്പേറെ വിശ്വാസം മുമ്പോട്ട് പോകാം. Forgive me if I did wrong, I said what I felt in my heart. ഞാൻ പറയുന്ന തെറ്റുകൾ ക്ഷമിക്കൂ, പക്ഷേ എന്റെ ഉറപ്പാണ് ഞാൻ മുന്നോട്ട് പറയുന്നത്. My last point, love your parents honorably. എന്റെ അവസാനത്തെ വിഷയം, നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനത്തോടും Love your parents obediently. മാതാപിതാക്കളെ അനുസരണത്തോട് സ്നേഹിക്കും. Love your parents physically. ശരീരമായി നിങ്ങളെ മാതാപിതാക്കളെ സ്നേഹിക്കും. And love your parents honorably. ബഹുമാനപുരസ്സരം നിങ്ങളുടെ മാതാപിതാക്കളെ That സ്നേഹിക്കും. means you live in such a way that your life will bring honor to your parents. അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആദരവുണ്ടാക്കുന്നതാണ്. You will bring honor to your daddy and mommy. നീയാണ് നിന്റെ അപ്പനും അമ്മയ്ക്കും മഹത്വം ആദരവിനെ വർദ്ധിപ്പിക്കുന്നത്. Bring delight to your daddy and mommy. നിന്റെ അപ്പനും
കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രിയ പെൺകുഞ്ഞെ നിന്റെ അപ്പൻ എന്താണ് കരുതുന്നത്? What happens to your mother when he thinks about you, young boy? നിന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിന്റെ അപ്പൻ എന്താണ് ചിന്തിക്കുന്നത്? A smile on his face? അവന്റെ മുഖത്തിനും ഒരു പുഞ്ചിരി ഉണ്ടാകുന്നുണ്ടോ? He think about you? നിന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സന്തോഷമില്ല? A frown about you? അതോ അവൻ മുഖം വിരുവാക്കിയാണോ? When he thinks about you in school? സ്കൂളിൽ നിന്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ Fear comes in your mind, in his mind? അവന്റെ ഉള്ളിൽ ഭയമാണ് കടന്നു വരുന്നത്. Don't bring fear or frown, bring smile and honor in their life. ദുഃഖവും ഭയവുമല്ല, സന്തോഷം സമാധാനവും He said to his mother, Mommy, look at your son. I have lived a good life. പറഞ്ഞു, അമ്മേ ഇതാ ഇത് നോക്കൂ, ഞാനൊരു നല്ല മകനായി ജീവിച്ചു. Boys and girls, your life and dress and language triggers a reaction from other people. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വസ്ത്രം, നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ ഒരു പ്രതികരണമുള്ളതാകുന്നു. If you have a moral problem, people will look down your parents, your daddy and mommy. നിങ്ങളുടെ ധാർമ്മിക ജീവിതത്തിൽ സമ്പാദ്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ അന്വേഷിക്കുന്നു. If you have a problem in your dress, people will blame your daddy and mommy. നിങ്ങളുടെ വസ്ത്രധാരണം നോക്കിയതല്ലെങ്കിൽ കുറ്റം പറയുന്ന നിങ്ങളുടെ മാതാപിതാക്കളെയാണ്. If you sit in a lustful way, നിങ്ങൾ ഒരു ചെടിക ബോധത്തോടെ ജീവിക്കുന്നുവെങ്കിൽ, if you sit on a chair with a lustful posture, നിങ്ങളുടെ ഇരിപ്പ് യോഗ്യമല്ലാത്ത രീതിയിലാണെങ്കിൽ they will say, her mother never taught her even how to sit on a chair. അവർ പറയും അവരുടെ അമ്മയെ ശരിക്കും ഇരിക്കുവാൻ പഠിപ്പിക്കാമെന്നുണ്ടാകും. Please don't put the blame on your innocent mommy and the dad. ഒരു കുറ്റവും ചെയ്യാതെ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ബലിയാക്കി നടക്കരുത്. Boys, if you dress in an unholy way, യുവാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ അശുദ്ധമായ രീതിയിൽ വസ്ത്രം ധരിച്ചാൽ somebody will say, who is the father of this weirdo? കാണുന്നവർ ചോദിക്കും, ഈ കോമാളിയുടെ അപ്പനാരാണ്? I want to tell you, your innocent people are ashamed and silenced many times. പലപ്പോഴും നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു കുറ്റവും ചെയ്യാനും നിങ്ങൾ നിമിത്തം അവരുടെ വായനയിൽ Tonight I am not condemning you or destroying you, I am speaking out of love. കുറ്റം വിധിക്കുകയോ അമർത്തുകയോ അല്ല ചെയ്യുന്നത്. ദൈവത്തോട് നിങ്ങളോട് സംസാരിക്കുക. I pray night and night when I go to preach to you because I love you so much. അവിടെ ഞാൻ രാത്രി തോറും നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ഞാൻ വേദനയോട് സംസാരിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. Even in my home in Louisiana right now, my wife is praying for you from 7 to 8 when I get on the pulpit to preach. Everywhere I go to convention. ഞാൻ എവിടെ ഭക്ഷണത്തിന് പോകാനും എന്റെ പ്രിയ ഭാര്യ ക്രിസ്ത്യാനിയിൽ 7 മുതൽ 8 വരെയുള്ള സമയം ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ അറിയിക്കുക. Time the meeting begins, she will be praying for an hour. എന്റെ ഭാര്യ പ്രാർത്ഥനയാണ്. You know we are serious about this business and we really love you. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞങ്ങൾക്ക് വളരെ ഗൗരവമായ ഒന്നാണ്. ഞങ്ങൾ പൂർണ്ണമായി ഇടപെട്ടിരിക്കുകയാണ്. You are bringing a permanent impression on you and your parents by your life. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതം നിങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കളിലും നിങ്ങളൊരു മുദ്ര പതിപ്പിക്കുകയാണ് ചെയ്യുക. Your life should bring honor to your parents. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാതാപിതാക്കൾക്കും മഹത്വത്തെ വർദ്ധിപ്പിക്കുന്നതായി. You are tempted by drugs and alcohol and sin and bad movies and bad music. Your parents will also be blamed. നിങ്ങൾ മയക്കുമരുന്നിനും മദ്യത്തിനും ചീത്ത സിനിമകൾക്കും അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് അടിമപ്പെട്ടു പോകുമ്പോൾ അതിന്റെ കുറ്റം ചുമത്തേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. But there is a hope for you even if you have failed in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തലവത്തും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളത്. You cannot worry about the past. The past is gone, but you can take care of your tomorrow, the future. കഴിഞ്ഞതിനെ കുറിച്ച് വിചാരപ്പെടുന്നതുകൊണ്ട് ഫലമില്ല, അത് കഴിഞ്ഞുപോയി. എന്നാൽ ഭാവിയെ കുറിച്ച് Through Jesus Christ, your life can be regenerated. Your life can be renewed tonight. നാമത്തിനുമായി നിങ്ങളുടെ മനസ്സിന് ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ, ഒരു പുനരനുഭവം ഉണ്ടാകുവാൻ സാധ്യത. This is what Romans chapter 12 says. റോമലേഖനം 12-ാം അധ്യായത്തിലാണ് പറയുന്നത്. That I beseech you that you present your bodies a living sacrifice, holy, acceptable. Be not be conformed to this world, but be transformed by the renewing of your mind. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിനും പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. ഇത് നിങ്ങളുടെ ആത്മീയ
God will bring honor to your daddy and mommy. നന്മയും പ്രധാനവും പൂർണ്ണതയുള്ള ദൈവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ അത് നിങ്ങളുടെ മാതാപിതാക്കളുടെ ആദരവിനെയും ബഹുമാനത്തെയും വർദ്ധിപ്പിക്കും. Many of your parents are born in low-income families in Kerala. നിങ്ങളുടെ മാതാപിതാക്കളിൽ പലരും കേരളത്തിൽ വളരെ താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നവരാണ്. Many of those 5-6 children with only 2 bedrooms. നിങ്ങളിൽ പലരുടെയും കുടുംബങ്ങൾ കേരളത്തിൽ 5-6 കുഞ്ഞുങ്ങൾക്ക് 1-2 മുറികൾ മാത്രമുള്ള ഭവനങ്ങളായിരുന്നു. Your daddy and mommy walk 2, 3, 5, 6 miles to school. നിങ്ങളുടെ മാതാപിതാക്കൾ 5-6 മൈലുകൾ നടന്നാണ് സ്കൂളുകളിൽ They attended trade school and nursing schools and successfully completed their education. അവരുടെ സ്കൂളുകളിൽ മറ്റിട്ടുണ്ട്. അവർ നന്നായി പഠിച്ചു. They flew over 13,000 miles over the Atlantic. 10,000 മൈലുകൾ പറന്ന് They knocked on many doors to attack for unemployment. ജോലിക്ക് വേണ്ടി അനേകം വാതിലുകൾ അവർ മുട്ടി. അവർ യാചിച്ചിട്ടുണ്ട്. But he had mercy and they gave them unemployment. കണ്ണോട് കരുതി പോയി അവർക്ക് ജോലി കൊടുത്തു. They got 8 hours, 10 hours, 16 hours. നിങ്ങളുടെ മാതാപിതാക്കൾ 8 മണിക്കൂർ, 10 മണിക്കൂർ, 16 മണിക്കൂർ ജോലി They ചെയ്യും. gave the best clothes and the best cars and the best house possible. അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ല വീട്, ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. How nice parents you have. ഇത്ര നല്ല മാതാപിതാക്കളെ നിങ്ങൾ ക്ഷമിക്കുന്നു. You owe to bring honor to their life tonight. ആ മാതാപിതാക്കൾക്ക് ആദരവും ബഹുമാനവും നിങ്ങൾ കൊടുത്തേ മതിയാകും. Don't let them put down their head before other people when they talk about you. നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ തലമുറയ്ക്ക് നിൽക്കുവാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്കിടയാകരുത്. When they talk about your marriage, don't ever make them be silent and put their head down. നിങ്ങളുടെ വിവാഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഹിന്ദിനായി തലമുറയ്ക്കുവാൻ നിങ്ങൾ ഇടയാക്കരുത്. Many times I go to Malayali get together. മലയാളികളുടെ കുടിവെറുകളിൽ ഞാൻ പലപ്പോഴും I see some parents bragging about their children, ചില മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നു. about their education and about their marriage. അവരുടെ വിദ്യാഭ്യാസവും വിവാഹത്തെ സംസാരിക്കുന്നത്. And then I see 2 or 3 mothers sitting silently not saying anything. എന്നാൽ ചില മാതാപിതാക്കൾ ഒന്നും സംസാരിക്കാതെ അടങ്ങിയിരിക്കുന്നത്. Because they have got this honor into the lives of parents. കാരണം എന്താണെന്ന് അറിയാമോ? കുഞ്ഞുങ്ങൾ ആ മാതാപിതാക്കളുടെ തലകളെ കുലിപ്പിക്കുന്നു. Bring honor to your parents. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ അഭിമാനത്തെ കൊടുക്കുക. They want to face the church committee. അവർ ചർച്ച കമ്മിറ്റിയിൽ നിലനിൽക്കുന്നവരാണ്. They want to face their neighbors. അവരുടെ അയൽക്കാരെ അവർ നേരിടുന്നവരാണ്. They want to put their head and straight themselves happy about my children. അത് ഉയർത്തി പിടിച്ചുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് അഭിമാനത്തോടെ അവർ പറയുന്നത്. But what has happened in the past? We have a loving, forgiving God. കഴിഞ്ഞ കാലഘട്ടങ്ങൾ സംഭവിച്ചു സാരമില്ല. സ്നേഹവാനായ കരുണാമയനായ ദൈവം. There is nothing you can do about the past. അതിനെ കുറിച്ച് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. Christ can take care of the past. കർത്താവായ യേശു തമ്പുരാൻ കഴിഞ്ഞ കാര്യങ്ങളെ നോക്കിക്കൊള്ളും. But you need to do something about the future, about tomorrow. എന്നാൽ നിന്റെ ഭാവിയെ ചൊല്ലി നാളെയെ കുറിച്ച് നിനക്ക് ചെയ്യാൻ മതിയാകും. In Christ tonight you can do something about it. യേശുവിൽ അതിനെ കുറിച്ച് നിനക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയും. This is what 2 Corinthians chapter 2 says to you tonight. രണ്ടാമത്തെ കാര്യം നിങ്ങളോട് പറയുന്നു. Thanks be unto God who always causes me to triumph in Christ. ക്രിസ്തുയേശുവിൽ ഞങ്ങളെ എപ്പോഴും ജയത്തോമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. God will make you triumph in Christ. ദൈവം നിങ്ങളെ ക്രിസ്തുവിൽ ജയത്തോമായി നടത്തും. To be triumphant over the drug problem. ജഗത്തിനായുള്ള വിഷയങ്ങളിൽ നിങ്ങളെ ജയത്തോമായി നടത്തും. Triumphant over the pornographic magazines that your friends bring to your school. ചീത്ത അസാന്മാർഗികമായ ആ എഴുത്തുകൾ പത്രങ്ങളിൽ നിങ്ങളെ നടത്തും. To be triumphant against that romance novels that you are reading. ചീത്ത നോവലുകളിൽ നിന്നും നിങ്ങളെ മറ്റ് നേതൃത്വമായി നടത്തും. In Christ you have victory tonight. കർത്താവായ യേശുവിൽ രാത്രിയിൽ നിങ്ങൾക്ക് ജയമുണ്ട്. Not in you but in Christ you can bring honor to your parents. നിങ്ങളുടെ കഴിവുകൊണ്ടല്ല കർത്താവായ യേശുവിനിടത്തും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആദരവുണ്ടാകും. You know how the word is in our Malayalam, this word? ഈ വാക്യം മലയാളത്തിൽ എങ്ങനെയെന്നറിയാം? Jayotsavam. That means celebration, victory, triumph, celebration. ജയോത്സവം എന്ന് പറയുന്നത് ആഘോഷത്തോടെ നടത്തുന്നതാണ്. Jayotsavam, your daddy and mommy want to celebrate about you. നിങ്ങളെ കുറിച്ച് ആഘോഷപൂർവ്വം ജയോത്സവം കൊണ്ടാടുവാൻ If you give
ഇവിടെ പറയുവാനുള്ള ചുരുക്കത്താൽ ഞാൻ വളരെ വേഗം മുമ്പോട്ട് പോകുന്നു. Your parents want you to love them obediently. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ അവരെ അനുസരണത്തോടെ സ്നേഹിക്കുക. In spite of their shortcomings and sin, their desire. അവരുടെ ജീവിതത്തിലുള്ള പരാജയങ്ങളും വീഴ്ചകളും കുറവുകളും ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളത് ചെയ്യുവാനുള്ള They want you to love them physically with your body. ശരീരം കൊണ്ട് നിങ്ങൾ അവരെ സ്നേഹിക്കുക. നിങ്ങളുടെ മാതാപിതാക്കൾ And then by giving honor to their life. അവരെ ബഹുമാനിക്കുന്നതിൽ നിങ്ങളവരെ സ്നേഹിക്കുക. I want all of you to stand up tonight. രാത്രിയിൽ നിങ്ങളെ നിൽക്കുവാൻ രാത്രി Would you stand up tonight? ദയവായി